പാലസ്തീൻ സമാധാന ചർച്ചകളിൽ നിന്ന് തങ്ങളുടെ പ്രതിനിധികളെ തിരിച്ചു വിളിച്ച് ഇസ്രയേലും യുഎസും. ഹമാസ് താൽപര്യം കാണിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിനിധികളെ തിരിച്ചു വിളിച്ചത്. ഖത്തറിലാണ് ചർച്ച നടന്നിരുന്നത്. ഇസ്രയേലിൽ നിന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ബാക്കിയുള്ളവരെ തിരിച്ചെത്തിക്കാനും ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്ന് നെതന്യാഹുവും ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പറഞ്ഞു. ഹമാസ് നേതാക്കളെ വകവരുത്തുമെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോടും ട്രംപ് ആവർത്തിച്ചു. ഹമാസ് നേതാക്കളെ വകവരുത്തുമെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു. ഹമാസിന് വെടിനിർത്തലിന് താല്പര്യമില്ല, അവർക്ക് മരിക്കാനാണ് താല്പര്യമെന്ന് തോന്നുന്നു. അത് വളരെ മോശമാണ്, ട്രംപ് പറയുന്നു. മാത്രമല്ല, ഹമാസിനെതിരായ പോരാട്ടം പൂർത്തിയാക്കി അവരുടെ കഥ കഴിക്കാൻ ഇസ്രയേലിനോടും ട്രംപ് ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്ക് മുൻപ് ഗാസയിൽ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഹമാസ് ഒറ്റക്കെട്ടല്ലെന്നും സതുദ്ദേശത്തോടെയല്ല അവർ പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് വിലയിരുത്തിയതായി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ബന്ദികളെ പുറത്തെത്തിക്കാനായി ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും റിപ്പോർട്ടുണ്ട്. അവർ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. അത് വളരെ മോശമാണ്. നിങ്ങൾക്ക് ആ പോരാട്ടം പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ചർച്ചകൾ തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസിനുമേൽ ട്രംപ് ചുമത്തി. ഡസൻ കണക്കിന് ബന്ദികൾ മോചിക്കപ്പെടുകയോ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തതോടെ ഹമാസിന്റെ വിലപേശൽ ശക്തി കുറഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പ്രകാരം ഈജിപ്തും ഖത്തറും ഗാസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്നതിൽ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു. സങ്കീർണമായ ചർച്ചകൾ ചിലപ്പോൾ വഴിമുട്ടുന്നത് സാധാരണമാണെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു. അതേസമയം സമാധാന ചർച്ച അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്ന് ഹമാസ് പറഞ്ഞു. ഇതിനിടെ ഗാസയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ പോഷകാഹാരക്കുറവ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ഉപരോധം പട്ടിണി രൂക്ഷമാക്കുകയാണെന്ന് മെഡിസിൻസ് സാൻസ് ഫ്രോണ്ടിയേഴ്സ് അറിയിച്ചതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച തങ്ങളുടെ ക്ലിനിക്കുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ കുട്ടികളിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന സ്ത്രീകളിലും 4-1 പേർ പോഷകാഹാരക്കുറവുള്ളവരാണെന്ന് മെഡിസിൻസ് സാൻസ് ഫ്രോണ്ടിയേഴ്സ് പറഞ്ഞു. പോഷകാഹാരക്കുറവിന് ചികിത്സ തേടിയവരുടെ എണ്ണം മെയ് മുതൽ 4 ഇരട്ടിയായാണ് വർദ്ധിച്ചിരിക്കുന്നത്. 1000-ലധികം ജീവനക്കാരുള്ള ഗാസയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ദാതാക്കളിൽ ഒന്നാണ് MSF. ഗാസയിൽ തുടരുന്ന ഇസ്രയേലിന്റെ ഉപരോധത്തെയും MSF കുറ്റപ്പെടുത്തി. ഇസ്രയേൽ ഗാസയിൽ പട്ടിണി നയം സ്വീകരിക്കുകയാണ്. ഇസ്രയേൽ അധികൃതർ പട്ടിണിയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് തുടരുകയാണെന്നും രോഗികളും ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ അതിജീവനത്തിനായി പോരാടുകയാണെന്നും MSF പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗാസ ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് 122 പേർ പട്ടിണി മൂലം മരിച്ചു. ഗാസയിലെ ജനസംഖ്യയുടെ 1/3 ഭാഗവും ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ വലയുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാർച്ച് 2-ന് ഇസ്രയേൽ ഗാസയുടെ അതിർത്തികൾ പൂർണ്ണമായും അടച്ചിരുന്നു. അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ, ബേബി ഫോർമുല, കുടിവെള്ളം എന്നിവയുൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും വിതരണങ്ങളും അവർ നിർത്തിവെച്ചു. പിന്നീട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് പിന്നാലെ വളരെ കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ മാത്രം കടത്തിവിട്ടിരുന്നു. എന്നാൽ ഇതൊട്ടും പര്യാപ്തമല്ലെന്നാണ് UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.